ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. വളർത്തി നല്ല പരിചയമുള്ളവർക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. തുടക്കക്കാർക്ക് കുറേ ഡൗട്ട്സ് കാണും. നമ്മൾ ഏത് സെലക്ട് ചെയ്യണം, ഏത് ടൈപ്പ് പ്ലാന്റ്സ് മേടിക്കണം എന്നൊക്കെയുള്ളത്. പിന്നെ പോട്ടിംഗ് മിക്സ് ഏത് ടൈപ്പ് വളങ്ങളാണ് ഇടുന്നത്, അങ്ങനെ എവിടെയാണ് വെക്കേണ്ടത്, ഷെയ്ഡിൽ വെക്കാവോ, ബ്രൈറ്റ് ലൈറ്റിൽ വെക്കാവോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ തുടക്കക്കാരെ ആദ്യമേ തന്നെ സെലക്ട് ചെയ്യാൻ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ബോക്സർ എന്ന് പറയുന്ന പ്ലാന്റ്. ബോക്സറാണെങ്കിൽ ധാരാളം തൈകൾ നമുക്ക് തരികയും ചെയ്യും. നല്ല ഭംഗിയാണ് കാണാൻ. മഴയായാലും വെയിലായാലും എൻ്റെ ഈ പ്ലാന്റ് മഴയത്തും വെയിലത്തും ഒക്കെ നിന്ന പ്ലാന്റാണ്. പെട്ടെന്ന് വേര് ചെയ്യലോ അസുഖങ്ങളോ ഒന്നും വരുന്ന ഒരു പ്ലാന്റല്ല. ഒത്തിരി തൈകൾ തന്നിട്ടുണ്ട് ഈ പ്ലാന്റ്. അതുകൊണ്ട് തുടക്കക്കാരെ ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ബോക്സർ. അടുത്തതെന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരെണ്ണം ബിഗ്രോയാണ്. ബിഗ്രോയി ആ പേരിൽ തന്നെ അറിയാം, അതിൻ്റെ ലീഫ് നല്ല വലിപ്പമുണ്ട്. ഈ പിക്ചറിൽ തന്നെ കാണും. പക്ഷേ ആ ഒരു പീച്ച് കളറ് നല്ല ഭംഗിയാണ് അത് കാണാൻ തന്നെ. ഇതിനും അങ്ങനെ പെട്ടെന്ന് രോഗങ്ങൾ വരുന്നൊരു ചെടിയല്ല. ഇത് മഴയായാലും വെയിലായാലും ഒക്കെ നമ്മൾക്ക് വെക്കാൻ പറ്റുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് റെഡ് അഞ്ചുമാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഒരു ഡൗട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. അതും നല്ലപോലെ തൈകൾ തരും. അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരുന്നതല്ല ഈ ചെടിക്കായാലും. തുടക്കക്കാർ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് പോട്ടിംഗ് മിക്സൊക്കെ നമ്മൾ എങ്ങനെ വേണമെന്നുള്ളത് ശ്രദ്ധിക്കണം. അടുത്തത് പിങ്ക് ഡാൽമേഷനാണ്. അതും വലിയ കുഴപ്പമില്ലാതെ പിടിച്ചു കിട്ടുന്നൊരു പ്ലാന്റ് തന്നെയാണ്. ആ ലീഫിൻ്റെ ഭംഗി തന്നെയാണ് പ്ലാന്റിൻ്റെ പ്രത്യേകത. ആ പിങ്ക് കളറും പച്ചയും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ബുഷിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ്. ഇതും അങ്ങനെ എൻ്റെ കയ്യിലിരുന്നിട്ട് അസുഖങ്ങൾ അങ്ങനെ ലീഫിനൊരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ റെഡ് വാലന്റൈന് നന്നായിട്ട് ബുഷിയായിട്ട് വരികയും ചെയ്യുന്ന ഒത്തിരി തൈകൾ തരുന്നൊരു നല്ല ഭംഗിയാണ് ഇതിന് കാണാൻ. എൻ്റെ കയ്യിൽ ഞാൻ നട്ടതിനകത്ത് കുറേ തൈകൾ വന്നൊരു പ്ലാന്റ് ഉണ്ട്. അതാണെങ്കിൽ ഷെയ്ഡിൽ വെച്ചിരുന്നതാണ്. പക്ഷേ എപ്പോഴും അത് വെയിലടിച്ചതിൻ്റെ കുറേ കളറൊക്കെ ആ ലീഫിൻ്റെ പോയി. അത് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചു തരാം, നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ പറയാതെ ഏതാണ്. അതുപോലെ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒന്നാണ് റെഡ് വാലന്റൈന്. ഇതാണ് ആ പ്ലാന്റ്. അതിൻ്റെ ഇച്ചിരി വെയിലൊന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ലീഫിൻ്റെ കളറൊക്കെ അങ്ങ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് തൈകളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. നല്ലപോലെ തൈകൾ തരുന്നൊരു പ്ലാന്റാണ്. ധൈര്യമായിട്ട് തുടക്കക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അടുത്തൊരു പ്ലാന്റാണ് റെഡ് വാലന്റൈന്. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് പോട്ടിംഗ് മിക്സാണ്. പോട്ടിംഗ് മിക്സിൽ ശരിയായില്ലെങ്കിൽ പിന്നെ പ്ലാന്റ് നട്ടാൽ തന്നെ അത് രോഗങ്ങൾ വരും. ബോക്സറൊന്നും അങ്ങനെ പെട്ടെന്ന് പോട്ടിംഗ് മിക്സിലൊന്നും പ്രശ്നം വരുന്ന ഒരു പ്ലാന്റേ അല്ല, ബോക്സറായാലും ബിഗ്രോയി ആയാലും. പക്ഷേ റെഡ് വാലന്റൈനും പിങ്ക് ഡാൽമേഷനൊക്കെ പോട്ടിംഗ് മിക്സിൽ നമ്മൾ സ്വല്പം ശ്രദ്ധിക്കണം. വെള്ളം കെട്ടിക്ക് നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വേര് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബോക്സറിലാണെങ്കിൽ ബിഗ്രോയിലാണെങ്കിൽ പോലും മഴ പെയ്ത് മഴയത്ത് നിന്നിട്ടുള്ളൊരു ചെടിയാണ് ബോക്സറും ബിഗ്രോയിൻ്റെത്. അതിനൊരു കുഴപ്പവും വന്നിട്ടില്ല. ചിലരാണെങ്കിൽ അതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ധൈര്യമായിട്ട് തുടക്കക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പിങ്ക് അറോറ. അതിനും തൈയൊക്കെ പെട്ടെന്ന് കിട്ടും. ഈ ഒരു ചെറിയ പ്ലാന്റിന് തന്നെ തൈ വരുന്നുണ്ട്. നമ്മൾ പോട്ടിംഗ് മിക്സിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് തൈകൾ ധാരാളം കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. നല്ല വെള്ളം നന്നായിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. ഞാൻ പോട്ടിംഗ് മിക്സിനെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എംസാൻഡ് അല്ലെങ്കിൽ പുഴമണൽ, പിന്നെ കുറച്ച് മണ്ണ്, എല്ലുപൊടി, ചാണകപ്പൊടി, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ പ്ലാന്റ് നടുമ്പോഴായാലും പ്ലാന്റ് ഡീപ്പായിട്ട് കുഴിയെടുത്ത് അങ്ങ് നടാൻ പാടില്ല. സ്വല്പം പൊക്കി വേണം നടാൻ. എന്നാലേ അതിനകത്തുനിന്ന് മുള ഇങ്ങനെ പൊട്ടി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ അത് മൊത്തം മൂടി നിർത്തുവാണെങ്കിൽ അതിനകത്തൊന്നും പൊട്ടിക്കിളിച്ച് വരത്തില്ല. അതുപോലെ തന്നെ ഈ ബഡ് ഇതിൻ്റെ മുകളിലൊരു ചെറിയ മൊട്ട് പോലൊരു ഇത് വരും.
അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ആ പുതിയ ലീഫ് വരാൻ താമസം ഉണ്ടാകും. പ്ലാന്റിൻ്റെ ഹെൽത്തിനെ അത് ബാധിക്കും. പക്ഷേ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോട്ടിംഗ് മിക്സ്. മൂന്നാമത് നമ്മൾ നടുന്ന രീതിയാണ്. അധികം കുഴിച്ച് അങ്ങോട്ട് വെക്കാതെ സ്വല്പം പൊക്കി വേണം നമ്മൾ നടാൻ. എന്നാലേ നമുക്ക് പൊട്ടിക്കിളിച്ച് കൂടുതൽ തൈകൾ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ലീഫിൻ്റെ അടിയിലൊക്കെ ഒരു ഇലപ്പേനുണ്ടാവും. അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ആഴ്ചയിൽ ഒരു വട്ടം ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കണം. കാരണം ഈ ലീഫിൻ്റെ അടിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ, ഈ രോഗം വന്നു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കണം. ഫംഗിസൈഡല്ലേ, സാഫ്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇതിനും ഞാൻ അധികം താത്തല്ല ഈ ചെടി നട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 തൈകൾ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പോട്ടിങ്ങിലൊക്കെ പോട്ടിംഗ് മിക്സ് ശ്രദ്ധിക്കണം. അതുപോലെ വലിയ ചട്ടി എടുക്കരുത് നടാനായിട്ട്. വലിയ ഒരു ചെറിയ തൈ നടാനായിട്ട് നമുക്ക് ചെറിയ പോട്ട് വേണം. അത് സ്വല്പം കൂടെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് പോട്ട് മാറ്റാം. അങ്ങനെ നടുവാണെങ്കിൽ കുഴപ്പമുണ്ടാകാതെ പെട്ടെന്ന് കിളിച്ച് തൈകൾ കിട്ടും. ഒരു ചെറിയ തൈ വലിയൊരു പോട്ടിൽ വെച്ചാൽ സ്വല്പം താമസം എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തുടക്കക്കാർക്ക് നല്ലതായിട്ട് അഗ്ലോണിമ പിടിച്ചു കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തിയാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.